ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 14 ഹി മയങ് ഹെങ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങുന്ന ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ മൂവിയാണ് ദി റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്നുള്ള ചിത്രം. ഇത് 4ാമത്തെ സിനിമയാണ് റൗണ്ട് അപ്പ് സീരീസിൽ. ഗംഭീരമായിട്ടുള്ള സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 3 സിനിമകൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 4ാമത്തെ സിനിമ പറയാനൊന്നുമില്ല, എക്സ്ട്രീം മോഡാണ് സിനിമ. ഇതിൽ ഫുള്ളും ഇടിയാണ്, ഇടി. കഴിഞ്ഞ 3 സിനിമകൾ വെച്ച് ഞാൻ നോക്കുമ്പം എനിക്ക് പേഴ്സണലായിട്ട് ഇടിയായിട്ട് കൂടുതലായിട്ട് തോന്നിയത് ഈ സിനിമയുടെ ദി റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്നുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയുടെ വില്ലനും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇഷ്ടം പോലെ ഇടി നമ്മൾ ഡോങ്കളി കിട്ടുന്നുണ്ട്. കാരണം എല്ലാത്തിലും കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് കൂടെ ഇടി ഇതിൽ കുറച്ചും കൂടെ കിട്ടുകയാണ് സിനിമയിൽ. അപ്പം ഈ സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് ഒരു മയക്കുമരുന്ന് മാഫിയ കടത്തൽ. അത് സാധാരണയായിട്ടാണ്. ഇതൊരു ആപ്പ് ഡെവലപ്പറാണ്. മയക്കുമരുന്ന് ആപ്പ് ഡെവലപ്പറിനെ ഒരു സംഘം പോലീസ് ചേർന്ന് പിടികൂടുകയും ഒരുപാട് സത്യാവസ്ഥ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് പോലീസിന് മനസ്സിലാവുന്നത് ഇത് ആപ്പ് മാത്രമല്ല, വലിയൊരു സിസ്റ്റം തന്നെ ഇതിൻ്റെ പിറകിലുണ്ടെന്ന്. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് പൂട്ടാനുള്ള കഥയാണ് നമ്മുടെ ഡോങ്കളി തന്നെ ഈ സിനിമയിലൂടെ കാണിച്ചിരുന്നത്. കാരണം വെച്ചാൽ വളരെയധികം ഇൻട്രസ്റ്റ് പരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു കഥയും പിന്നെ അതിനകത്ത് ഒന്നാന്തര ഇടിപ്പടവും. മസ്റ്റ് വാച്ച് സിനിമയാണ് ഈ റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്നുള്ള ചിത്രം. ഇടിയെന്ന് വെച്ചാൽ ഞെരിച്ച ഇടികളാണ്. കാരണം 1 പഞ്ച് മാത്രമല്ല, ഇപ്പോൾ 1 പഞ്ചിൽ വീഴാത്തവരും ഫിനിഷർ പോലെ എഴിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് കിടില ഇടികളാണ് ഇടിക്കുന്നത്, മാരകമായിട്ടുള്ള ഇടിയാണ് ഇടിക്കുന്നത്. കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഞാൻ പറയുന്നത്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല കണ്ടിരിക്കാൻ പറ്റിയ അത്യാവശ്യം ഇടിയും അത്യാവശ്യം കഥയുള്ള ഒരു സൗത്ത് കൊറിയൻ, നമ്മളെ കൊറിയൻ ലാലേട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മൾ ഡോങ്കളി അണ്ണൻ സിനിമ നായകനായെത്തുന്നു. അന്ന് പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ബാഡ്ലാഡ് അണ്ടേഴ്സ് എന്ന് പറയുന്ന അതേ സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിനിമ, കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് ദി റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്നുള്ള ചിത്രം. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ്.